ഹലോ. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു DIY പീറ്റർ പാൻ കോളർ ഷർട്ടാണ്. ഇതിൻ്റെ ആദ്യത്തെ വോയിസ് കവർ വീഡിയോ ആണ്. തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചു തരണം. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പാറ്റേൺ കട്ടിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് മെറ്റീരിയലോ പേപ്പറോ എടുത്തിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. അതിൻ്റെ അടുത്ത് തന്നെ ഒരു 2 സെൻറ്റിമീറ്റർ അകലമിട്ടതിന് ശേഷം വേറൊരു സ്ട്രൈറ്റ് ലൈനും കൂടി വരയ്ക്കണം. ആ മേലെ വരച്ച സ്ട്രൈറ്റ് ലൈനിൽ ഒരു 7.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. അതായത് അത് നെക്ക് സൈസിൻ്റെ പകുതിയാണ് 7.5 സെൻറ്റിമീറ്റർ. ആ ഒരു പോയിന്റിൽ നിന്നും താഴോട്ടൊരു 3 സെൻറ്റിമീറ്റർ വരയ്ക്കണം. അത് ബാക്ക് നെക്കിൻ്റെ ഡെപ്താണ് 3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഈ കോർണറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ച് ആ 2 ലൈൻ കൂട്ടിമുട്ടുന്ന പോയിന്റിനോട് അടുപ്പിച്ച് ഒരു കർവ് വരച്ചു കൊടുക്കണം. ഇതുപോലെ മേലത്തെ ലൈനിൽ നിന്നൊരു 2.6 സെൻറ്റിമീറ്റർ ഷോൾഡർ സൈസ് മാർക്ക് ചെയ്യണം. ആ പോയിന്റ് 7.5 മാർക്ക് ചെയ്ത അവിടെ ജോയിൻ ചെയ്ത ശേഷം ഒരു 21 സെൻറ്റിമീറ്റർ രണ്ടാമത്തെ സ്ട്രൈറ്റ് ലൈനിൽ നിന്നൊരു 21 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. 21 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നിട്ട് ഒരു 25 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തണം. ഇതുപോലെ 2 പോയിന്റും ജോയിൻ ചെയ്തതിന് ശേഷം ഒരു 1.5 സെൻറ്റിമീറ്റർ ആം ഹോളിന് വേണ്ടിയിട്ട് ഉള്ളോട്ടൊന്ന് മാർക്ക് ചെയ്യണം. ആ ഉള്ളോട്ട് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ആ ഷോൾഡറിലേക്കുള്ള ലെങ്ത്തിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യണം. അതിനുവേണ്ടി ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കണം. ആ പോയിന്റിൽ നിന്നും ഷോൾഡർ പോയിന്റിലേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ച് അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ആ 25 സെൻറ്റിമീറ്റർ അളന്ന് മാർക്ക് ചെയ്ത ആ പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കണം. ഇതുപോലെ വരയ്ക്കണം. ഇതുപോലെ ആ ഒരു ലൈനിൻ്റെ ഹാഫ് കൂടി കണ്ട് ആ കോർണറിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കണം. ആ ഒരു ലൈനിൻ്റെ ഹാഫ് കൂടി കണ്ടിട്ട് ഇതുപോലെ വരച്ചു കൊടുത്ത് കർവ് വരച്ചു കൊടുക്കണം. ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് കർവ് വരച്ചു കൊടുക്കണം. നെക്സ്റ്റ് ഷർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അളവിനനുസരിച്ചിട്ടുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ പോയിന്റിൽ നിന്നും വിഡ്ത്ത് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ആ 2 മാർക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ആക്കി ജോയിൻ ചെയ്ത് കൊടുക്കണം. സോ ഇതുവരെ നമ്മൾ ഡ്രോ ചെയ്തത് ഷർട്ടിൻ്റെ ബാക്ക് പോർഷൻ്റെ പാർട്ടാണ്. അതൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ചെയ്ത പോലെ ഈ നെക്ക് സൈഡും ആം ഹോളും അതുപോലെ വരച്ചു കൊടുത്ത് ഒരു 2.5 സെൻറ്റിമീറ്റർ ഉള്ളോട്ട് മാർക്ക് ചെയ്ത് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കണം. ആ ഒരു ലൈനിൻ്റെ ഹാഫ് കണ്ടുപിടിച്ചതിന് ശേഷം അത് മാർക്ക് ചെയ്ത് അതും പിന്നെ മറ്റേ 25 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയ ഭാഗം ഒന്ന് യോജിപ്പിച്ച് അതിൻ്റെ ഹാഫ് കണ്ടുപിടിക്കണം. എന്നിട്ട് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് ഇതുപോലെ കോർണറിലേക്ക് മുട്ടിച്ച് അതിൻ്റെ ഹാഫ് കണ്ടുപിടിച്ച് ഇതുപോലെ ജോയിൻ ചെയ്ത് ഒരു കർവ് വരച്ചു കൊടുക്കണം. ഇതുപോലെ താഴത്തെ ലൈനിൽ നിന്നും ഒരു 2 സെൻറ്റിമീറ്റർ അകലത്തിൽ ഷോൾഡർ ലൈൻ ഒന്ന് താഴ്ത്തി വരയ്ക്കണം. ഞാനിവിടെ ഫ്രണ്ടിലേക്ക് ഒരു 14 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. അത് അടയാളപ്പെടുത്തിയതിന് ശേഷം ഷോൾഡർ പോയിന്റിലേക്ക് അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ബട്ടൺ ഹോൾ ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരച്ച് ശേഷം ഒരു 3 സെൻറ്റിമീറ്റർ കൂടി കൂട്ടി മാർക്ക് ചെയ്ത് ഒരു സ്ട്രൈറ്റ് ലൈൻ കൂടി വരയ്ക്കണം. ഒപ്പം ഇതുപോലെ നെക്ക് വേണമെങ്കിൽ കർവ് പോലെ വരച്ച് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് ഇത് കട്ട് ചെയ്തെടുക്കാം.
ഫ്രണ്ട് പോർഷൻ എടുത്ത് അതിൻ്റെ ഷോൾഡർ ലൈനും നെക്ക് ലൈനും വരെ ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് ഈ സീം അലവൻസ് വിട്ടതിന് ശേഷം ബാക്ക് പോർഷൻ ഇതുപോലെ വെച്ച് വരച്ചു കൊടുക്കണം. ഒരു 11 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ ഇതുപോലെ കോളർ ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചെടുക്കണം. ഇതുപോലെ നെക്കിൻ്റെ പോർഷനിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ കുറച്ച് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് കോളറിൻ്റെ ഹാഫ് പോർഷനാണ്. ഈ കോളറിൻ്റെ ഹാഫ് പോർഷൻ മെയിൻ ക്ലോത്ത് 2 പാർട്ടാക്കി മടക്കി കട്ട് ചെയ്തെടുക്കണം. എനിക്ക് ഫ്രണ്ട് പോർഷൻ ഇത്ര ലെങ്ത്ത് വേണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് വേണ്ട രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മെയിൻ ഫാബ്രിക് 2ആയി ഫോൾഡ് ചെയ്തിട്ട് ഒരു 5 സെൻറ്റിമീറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുക. സ്ലീവ്സിൻ്റെ പാറ്റേൺ കട്ട് ചെയ്തെടുക്കണം. ഇത് വീഡിയോ ലോങ് ആവുന്നതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്ന കാണിക്കാത്തതാണ്. സോ അതിങ്ങനെ വെച്ച് ഈ 5 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ തൊട്ട് ഇതുപോലെ വെട്ടിയെടുക്കണം. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്തിനനുസരിച്ച് സ്ലീവ്സ് കട്ട് ചെയ്തിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച പാറ്റേൺ നിന്നിട്ട് മെയിൻ ഫാബ്രിക്കിലേക്ക് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, 2 ഭാഗം ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഷോൾഡർ ലൈനും ഈ സൈഡ്സും സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്ലീവ്സ് ഒരു 11 സെൻറ്റിമീറ്റർ ഇതുപോലെ അടയാളപ്പെടുത്തി ആ മാർക്ക് ചെയ്ത പോർഷൻ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത പോർഷൻ തൊട്ടിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്സ്റ്റ് സ്ലീവ്സ് ഇതുപോലെ ഫ്രിൽസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ലോങ് സ്റ്റിച്ച് കൊടുക്കണം. ഇതുപോലെ കൊടുത്തതിന് ശേഷം ഫ്രിൽസ് ഇട്ട് കൊടുക്കണം. ശേഷം ഒരു 10 സെൻറ്റിമീറ്റർ വിഡ്ത്തിലും പിന്നെ നമ്മൾ റിസ്റ്റിൻ്റെ അളവെടുത്തിട്ട് ഇതുപോലെ ഒരു ബാൻഡ് കട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് ഈ ബാൻഡിൻ്റെ സൈസിൽ ഫ്രിൽസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ റോങ് സൈഡിലേക്ക് മറിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ആ ഫ്രിൽസൊക്കെ ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ്സിൻ്റെ മേലെ ഭാഗം ഇതുപോലെ ലോങ് സ്റ്റിച്ച് കൊടുത്ത് 2 ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. ഇനി ബോഡി പാർട്ടിലേക്ക് നമ്മുടെ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നെക്സ്റ്റ് കോളർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 160 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഒരു 8 സെൻറ്റിമീറ്റർ വെടുത്തുള്ളൊരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ അതിതുപോലെ ലെങ്ത്തിൽ ഫോൾഡ് ചെയ്ത് അയൺ ചെയ്തെടുക്കണം. എന്നിട്ട് 2 ലോങ് സ്റ്റിച്ച് കൊടുക്കണം. ഇതുപോലെ പ്ലീറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലോങ് സ്റ്റിച്ച് എടുത്ത് പ്ലീറ്റ് വെച്ച് കൊടുക്കണം. പ്ലീറ്റ് ചെയ്ത ഫാബ്രിക് ഇതുപോലെ വെച്ച് കൊടുക്കണം. കോളറിൻ്റെ അതേ ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഇത് മറിച്ചെടുക്കണം. ഇതുപോലെ ആ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം മെയിൻ ബോഡി പാർട്ടിലേക്ക് ഇത് വെച്ച് ആ നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഈ ബട്ടൺ ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ സീം അലവൻസ് കൊടുത്ത ആ ഭാഗം മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 3 സെൻറ്റിമീറ്റർ വെടുത്തിലും പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് എടുത്ത് ഒരു ഫാബ്രിക് കട്ട് ചെയ്ത് ഇതുപോലെ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
അത് കഴിഞ്ഞ് ഇതുപോലെ ഉള്ളോട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ബട്ടൺ ഏരിയ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഷർട്ടിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അടിഭാഗം മടക്കി തയ്ച്ചതിന് ശേഷം ബട്ടൺ വെച്ച് കൊടുക്കുക, പിന്നെ ബട്ടൺ ഹോൾ വെച്ച് കൊടുക്കുക. സ്ലീവ്സിലും ഇതുപോലെ ബട്ടൺസ് വെച്ച് കൊടുക്കുക, ബട്ടൺ ഹോൾ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പീറ്റർ പാൻ കോളർ ഷർട്ട്. എല്ലാവർക്കും ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു.